എന്താണെന്ന് അറിയില്ല. എനിക്ക് കൂടെയുള്ള കുറച്ച് ആൾക്കാരാണ് ചില സമയത്തൊക്കെ എനിക്ക് മാറി മാറി കിട്ടാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു അസൂയാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടെയുള്ളവരെ കുറെ നാളുകളുണ്ടല്ലോ, അവന്മാര് ഇത് ചെയ്താണ് ഇങ്ങനെ പറഞ്ഞൊരു സംശയമുണ്ട് അല്ലേ? മോശമായ പരിപാടി കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തി അവിടുത്തെ പൈസ കൊടുത്തിറക്കിയാണ്. ഷോർട്ട് ഫിലിം അത് തെണ്ടുകൾ എഡിറ്റ് ചെയ്ത പക്ഷേ എഡിറ്റ് ചെയ്ത നിഷ എഡിക്കുന്ന ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിൽ നിന്ന് ലോകത്ത് എന്തൊക്കെ എഡിറ്റ് ചെയ്യും. ഇപ്പൊ നാളെ ഒരുപാട് പേര് പറയണേ നടിമാരുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഓഫ് ചെയ്ത് നമ്മുടെ ഫോട്ടോ വെക്കും. നിഷ അടിക്ക് കേസ് കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അത് അമ്മയിലൊക്കെ ചർച്ച വരും. നമ്മള് അനിയനെ പോലെ കാണുന്നത് അമ്മയില് കാരണം അവരെയൊക്കെ ഫോട്ടോ വെച്ചിന്റെ ഫോട്ടോ ഇടുമ്പോഴേ ഫോട്ടോ കാണിക്കുമ്പോഴേ സൂപ്പർ സ്റ്റാർ നമ്മൾ സ്വയം വിളിക്കുന്നല്ല, പേശാർ യൂട്യൂബേഴ്സും അമേരിക്കയില് വേണ്ടെന്ന് വെച്ചോ ബ്രോക്കറിനെ കണ്ടു കൊടുക്കുന്നുണ്ട്. ബ്രോക്കറെ കണ്ടാണ് ഇനി നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകണം. പെണ്ണൊക്കെ പോയി കണ്ട് എന്തെങ്കിലും പഴവും ലഡു ഒക്കെ കഴിച്ചിട്ടുള്ള പരിപാടി ലഡു കഴിക്കാൻ നേരം ഞാൻ വന്നോട്ടെ. വന്നോ ഇയാള് പിന്നെ ഫീൽഡ് വരില്ല. മറ്റേ പപ്പയുടെ കൂടെ പടം തീപ്പൊരിയാ മരണമാസം തന്നെ പറയാം. ഒരു കൊടുക്കാത്ത പോലീസ് വേഷം. കാരണം ഇന്നവരെ മലയാള സിനിമയിൽ അത്രയും ചെയ്യാത്ത അത്രയും പോലീസ് വേഷം ബേസിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കാര്യമുണ്ട് കേട്ടോ, കാരണം ബേസിന്റെ ഹൈറ്റ് വെയിറ്റ് അത് കാണാത്ത ചിരി. അല്ല നല്ലൊരു വേഷം ചെയ്തു. ഇവൻ വണ്ടി കോടിങ് കണ്ടിട്ട് ഇവൻ പണ്ട് കൊടുത്തു. ചേട്ടാ ചേട്ടാ സിനിമയിലെ പേര് ലെവലായി പോയി. സപ്പോർട്ട് ചെയ്യാ. ഇതൊരു ഭയങ്കര രസമുള്ളൊരു മൂവിയാണ്. എല്ലാവരും ത്രില്ലോടെയാണ് സിനിമ കണ്ടിരുന്നത്. കാരണം എന്താണ് സംഭവിക്കുന്നത് ഒരു പ്രത്യേക ഒരു മേക്കിങ്ങിലൊക്കെ പണ്ട് നമ്മൾ ഡയറക്ടർ CBI ഗ്രൂപ്പൊക്കെ കാണുന്ന രീതിയിൽ സസ്പെൻസ് ത്രില്ലറാണ്. എന്തായാലും ഇനിയും ചേട്ടാ ആത്മാർത്ഥ